ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ആക്ച്വലി എന്റെ അച്ഛനെ ബ്ലോക്ക്ഡ് ആയിരുന്നു, ഓക്കെ. അമ്മേനെ ബ്ലോക്ക്ഡ് ആയിരുന്നു, ചേച്ചീനെ ബ്ലോക്ക്ഡ് പക്ഷെ ആയിരുന്നു. അപ്പോഴും ഇപ്പോ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റ് വരും അല്ലെ, Yeah. അവരാരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്തിട്ടായിരുന്നു വരിക. അത്തരത്തിൽ അഭിഷേകിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ് അല്ലെ, അതെ അവിടെ ഓൾറെഡി ഗേ ആണെന്നുള്ള രീതിയിലേക്ക് ഉണ്ട്. വന്നിട്ടുണ്ട്. ആ. ശരിക്കും അഭിഷേക് ഇവരുടെ അടുത്ത് പറയുമ്പോഴും റിവീൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഫാമിലിക്ക് അറിയാനുള്ള കുറേയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ ശരിക്കും? അല്ല, ഈ അമ്മയ്ക്കും ചേച്ചിക്കും ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആണ് ഞാൻ പറഞ്ഞത്, അതും ഡേ 1 മുന്നേ, ആ ഒരു ടൈം ഞാൻ 28 ഡേയ്സിൽ അങ്ങോട്ട് കയറുന്നത്, അതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ വന്നത്. ഈ വന്ന് കഴിഞ്ഞ് ശരിക്കും പറയുന്നുണ്ട്, എനിക്കത് ഫാമിലിയുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നുള്ളത്. ഫാമിലിയുടെ അടുത്ത് പോലും നമുക്കൊപ്പം ഉള്ളവരുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ എവിടേക്കോ ഹൈഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര അധികം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയില് അത് റിവീൽ ചെയ്യാൻ തയ്യാറാവുന്നത്? എങ്ങനെയാണ് ഹൈഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് ഓൺലി ഫാമിലിയുടെ അടുത്തായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര, നമ്മൾ നാട്ടുകാരുടെ അടുത്ത് പറയുന്ന പോലെ എനിക്കൊരു പേടിയുണ്ട്.